അണികളെ കൂടെ നിർത്താനും അവർക്ക് രാഷ്ട്രീയപരമായ ആവേശം പകരാനും കഴിയുന്ന ആളാണ് നേതാവ്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ ഭാരതത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും അത്തരം നേതാവ് എന്ന വിശേഷണത്തിന് അർഹനാണ്. നരേന്ദ്രമോദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഓരോ ജനതയും ആ ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ ബി ജെ പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബി ജെ പിയോട് നരേന്ദ്രമോദിയിലൂടെ ഒരു സ്നേഹം തോന്നുന്നുവെങ്കിൽ അത് മോദി എന്ന പ്രഭാവത്തിൻ്റെ ശക്തി തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ഒട്ടേറെ ചെറുപ്പക്കാർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദിയോടുള്ള സ്നേഹവും അദ്ദേഹത്തോടുള്ള വലിയ ഇഷ്ടവുമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് പിണറായി വിജയനിലേക്ക് വന്നു കഴിഞ്ഞാൽ, സഖാവ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാനമായ മുഖ്യമന്ത്രിക്ക് ഒരു പവർ എനർജിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും സാധാരണ ജനങ്ങളെ, അല്ലെങ്കിൽ ഒട്ടേറെ ചെറുപ്പക്കാരെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകമാണ്. ഒട്ടേറെ യുവാക്കളെ ആ പാർട്ടിയോട്, അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ അടുപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു നേതാവ് എന്നത്. ലീഡർഷിപ്പ്, അതായത് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഉയർന്നു നിൽക്കുന്നത്. എപ്പോഴും ഒരു നേതാവ് എന്ന നിലയിലേക്ക് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിനൊരു പ്രധാന കാരണം അദ്ദേഹത്തിന് ആ ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പല നേതാക്കൾക്കും, പല കോൺഗ്രസ്സിലാണെങ്കിലും ഇടതുപക്ഷത്തിലാണെങ്കിലും പല നേതാക്കൾക്കും ഇല്ലാത്തൊരു പ്രത്യേകത അദ്ദേഹത്തിൽ കാണാൻ കഴിയും. കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അവസാനത്തെ വാക്കാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് വേറൊരാൾക്ക് ഒരു വാക്കുകളില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പവർ, അല്ലെങ്കിൽ ശക്തി അത്ര വലുതാണ്. ഇന്നതേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും, ഇന്നതേ നടക്കാവൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ നടക്കും. കാരണം അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നരേന്ദ്രമോദിയിലും പിണറായി വിജയനിലും കാണുന്ന ഏറ്റവും വലിയ സവിശേഷത അതാണ്. കാരണം ഒട്ടേറെ ആളുകളെ തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ തങ്ങളിലൂടെ അതിലേക്ക് ആകർഷിക്കാൻ അവരുടെ ഐഡൻറ്റിറ്റിക്ക്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപ്രഭാവത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരെയാണ് ശരിക്കും നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പിണറായി വിജയനോ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോ, തമിഴ്നാട്ടിൽ സ്റ്റാലിനോ, അങ്ങനെ കുറച്ച് നേതാക്കളെ എടുത്ത്, ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ്, അങ്ങനെ കുറേ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പവർ, അവരുടെ പാർട്ടി അല്ലെങ്കിൽ വ്യക്തികളെ അതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നൊരു പവറുണ്ട് എന്നുള്ളത് ഒരു സംശയവുമുള്ള കാര്യമല്ല. കാരണം അവരിലൂടെയാണ് ധാരാളം ആളുകൾ, ആ വ്യക്തി പ്രഭാവത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ധാരാളം ആളുകൾ ആ പാർട്ടിയിലേക്ക് വരാനും അതിനെ ഇഷ്ടപ്പെടാനും കാരണമായി മാറുന്നത്.